ഹായ് ഗേൾസ്. ഇവളെന്തിനാ കാസറ്റ് ബുക്കി കാണിക്കണം? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം 3 എണ്ണമായിട്ടാണോടാ കാസറ്റ് ബിസിനസ്? പോടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. പിന്നെയും പൊക്കണം. സംസാരിക്കാനാണെങ്കിൽ അവളെന്തിനാ കാസറ്റ് പൊക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ല, കാസ്റ്റ് അല്ലേ? അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ. എന്നാലും എന്റെ സുമിത്ര. അയ്യേ, നിന്റെ സുമിത്ര അടിച്ചവനെ. നീ പോടാ. നമുക്ക് നിറക്കിട്ട് നോക്കാം. ഒരു നിറക്കൂല. സുമിത്ര എന്റെ സുമിത്ര വിളിക്കുന്നത്. എടാ, അവളുടെ അച്ഛൻ കേക്കണ്ട. പിന്നെ അച്ഛനറിഞ്ഞ എനിക്കൊന്നുമില്ല. പോയി പോയി. ഏത് ഗസ്റ്റാ? സുഗമോ ദേവിയ? അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റും. നീ കാര്യം പറയടാ. കീരിക്കാടൻ ജോസാണ് കിളിപ്പി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കയറുന്നു. ഞാനില്ല. ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ, കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയില്ല. രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ എങ്ങാനും അറിഞ്ഞാണ്ടല്ല പട്ടാന്ന് പറഞ്ഞ് പൊട്ടും. അല്ല, നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറിയിട്ട് എന്ത് കിട്ടും? എടാ, ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മൂരാച്ചികളെ, എന്റെ വിനയനെ അവന്റെ ശ്രീദേവിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല, ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ. എന്താ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈവക്കും. ഓപ്പറേഷൻ ഭഗവാൻ. നീ കൈ ഉണ്ടെന്ന് എങ്ങനെയാ നിർത്താനായിട്ട്? ഓ, അതായിരുന്നു. അല്ല, പിന്നെ തലയിൽ എന്തിനാ ചാക്ക് വെച്ചാൽ പറഞ്ഞോളാതിരിക്കാന്ന് പറഞ്ഞാൽ മതിട്ടാ. എന്തൊരു മണം പറഞ്ഞേ. മനുഷ്യനായ ധൈര്യമാണ് വേണ്ടത്. ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നു വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട്. അയ്യോ ബാബു, മടലാടാ മടല്. പാമ്പല്ലേ? നല്ല ധൈര്യമുള്ള. വെറുതെ നീ എങ്ങടാ പിന്നെ ഓടിയത്? തെണ്ടി. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. ഇതിനൊരു പേടിത്തൂരില്ലേ? ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവുമെന്തോ. 2 ഉണ്ടകൾ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞു. അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലോ നമുക്ക് എങ്ങനെ നടക്കേണ്ടി വന്നത്. എന്താടാ? പേടിച്ചിട്ടാണോന്നറിയില്ല. അടിവേറ്റുന്ന ഒന്ന് തടുത്തു നിർത്തണം. ഉണ്ടാവും. ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി. വിനയൻജി, എന്തോ? ഏ കാം ബഹുത്ത് മുഷ്കിൽ ഹേ. അല്ലേലും നിനക്ക് ഇത്തിരി മുഷ്ക് കൂടുതലാ. അവന്റെ ഒരു കൊറില്ലാത്ത. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, ബോംബെയിലേക്ക് അതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി പയ്യെ. അധികം മുക്കല്ലേ. നിങ്ങൾ ചാടല്ലേ. നിങ്ങൾ അന്തരീഷ് നിരീഷ് കരോ. വിനയൻ മേരെ സാത്താവോ. ചാക്ക് വേണ്ട. വേണ്ടേ? കള്ളന്മാരാന്ന് കഴിക്കും. പിടിച്ചോ. ഓക്കെ. ഭാഗ്യം തുറമുഖം കിട്ടി. അല്ല, ചാടണ്ടേ. അന്തരീഷ് നരീഷ് കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണ ചാഹിയെ. അല്ല, ഈ വീടിന്റെ ഘടനയൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേസ്തിയുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല, നിനക്ക് ഇതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി? ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല, റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ എടാ വിനയാ. ഇപ്പൊ എന്തോ വേണം? എന്തു വേണം? ഈ പ്ലാന്റ് ഞാനല്ലേ, മേഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക, നീ പീച്ചെ വാ. പൂജ എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നോടി കളയരുതിട്ടാ. നല്ല ധൈര്യമുള്ള ഇരുട്ടാണല്ലോ ഭഗവാനെ. കേറില്ല. ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ, എന്തുറ്റി? അപ്പി. പിന്നെ കൊണ്ടുനടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടട നല്ല കുഴപ്പം. എങ്ങനെയാണ് ഞാൻ ബോംബെ പോവാ. നീ പറഞ്ഞു തുലയ്ക്കും. പ്ലാനിങ് ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പേടിക്കണ്ട. പണ്ടാറടങ്ങി ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിനെ വലിയ ചോദ്യം ചെയ്യൽ വേണ്ട. സംസാ ചോദ്യം ചെയ്യാൻ നടക്കും. നീ എപ്പെട്ടപ്പോ നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞാൻ അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാലോ? എന്തിന്? മുറി കാണാം. ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീഷ് നിരീഷ് കറോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. വിനയൻജി, ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഏണിയാവാതിരുന്നാ മതിയായിരുന്നു. ശുഭാപ്തി വിശ്വാസം. അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിക്ക് അക്രാന്തിന് ലീഡർ കയറട്ടെ. ഇതൊക്കെ ചെക്ക് ചെയ്യണം. അയ്യോ, പിന്നെ ആ പേഴ്സ് എടുത്തേ.
കള്ളന്മാരെന്ന് ചോദിക്കൂ. എന്നാ. എന്തോടാ ഇത്? എന്താ നിങ്ങളുടെ താഴോട്ട് ഇറങ്ങിക്കേ. അവള് മേളിലല്ലേ, നീ മേളിലേക്കോ? അവള് മേളിൽ നെഞ്ചു ഓപ്പറേഷൻ ബസ്സിലെ കിളിയുടെ ഒളിച്ചോടിയോൾ എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു? സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിങ്ങളുടെ തല പറയാൻ പറഞ്ഞു. എടാ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി. പണ്ടിവിടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നിധിയ എന്റെ ശ്രീകല. നിന്റെ സ്ത്രീകളെയാ? അപ്പൊ ആ കിളിയാ? അവൻ കിളിയല്ല, പിന്നെ ഹംസും. എനിക്കൊന്നും മനസ്സിലായില്ല. ഫ്ലാഷ് ബാക്കാ. തരട്ടെ. എന്താ തന്നട്ടെ? ചിരിച്ചു മോനെ. ഉമ്മ നമുക്കേ നാളെ പോവാം. നാളെ എപ്പോ? രാത്രി പോവാം. പിന്നെ വരുമ്പോ സ്വർണ്ണവള, മാല, അരഞ്ഞാണം എല്ലാം എടുത്തോ. അല്ല അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? അതെ, എനിക്കൊരു പേടി. അച്ഛനെങ്ങനെ തോക്കെടുത്തോണ്ട് വന്ന എന്ത് ചെയ്യും? ഞാൻ ഓടും. അല്ല, തോക്കെടുത്തോണ്ട് വന്നാ ഫൈറ്റ് ചെയ്യും. ശരിക്കും? ഇവളുടെ ഒരു സത്യം, ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി ഈ സ്ത്രീകളെ ഗഗം വിട്ടുകൊടുക്കൂല. വേഗം വേഗം വാ. നിർത്തറ. ഈ സീനിൽ നീരെവിടെ നിന്ന്? ഈ സീൻ മാത്രമല്ല, ഈ കഥ തന്നെ ഇതെങ്ങനെ നിറാശാനല്ലേ? ഓഹോ, സ്വന്തം അച്ഛനെ പോലെ കരുതി നീറാശാൻ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ? എല്ലാത്തിനും കാരണം നീയും അവളുവാ. പിന്നെ അവളല്ല, പിന്നെ എടത്തിയമ്മ ബാബിജി. ബാബിജി ഒറ്റ കുത്തു വെച്ചെന്നുണ്ടല്ലോ. എടാ നീ ബോംബെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എവിടുന്ന ഹിന്ദി? ഞാൻ ടൗണിലേ ടൂട്ടൂർ കോളേജിന്റെ മേളിലാ താമസിക്കണേ. അങ്ങനെ ഹിന്ദി. അവന് മറ്റൊരു അധോലോകം. എടാ തെണ്ടി, നീ ഒറ്റൊരുത്തം കാരണം ഈ രണ്ട് കരക്കാർ തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് ശ്രീദേവി ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. അറിയോ? അറിയരുത്. എന്താ? ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. ഇനി നീ ഒരൊറ്റ അക്ഷരം ഹിന്ദി പറഞ്ഞ അടിച്ചതിന്റെ പരിപ്പി അളക്കും. ഹിന്ദി വേണ്ട. ശ്രീദേവി നിനക്ക് കിട്ടാനും ശ്രീകലയുമായി എനിക്ക് നാട്ടിൽ വരാനും ഇനി രണ്ട് വഴിയുള്ളൂ. എന്താണ്? ഒരെണ്ണം ആ തോക്കടിച്ചു മാറ്റുക, ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടുക. തേവര് വിചാരിച്ച പോലും ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും. ആദ്യമേ വന്ന കാര്യം നടത്താം. ഓക്കെ, അളിയൻ കയറിക്കോ. എന്താ നമ്മളിപ്പോ ശരിക്കും അളിയന്മാരായില്ലേ? അളിയ അളിയൻ. അപ്പൊ കയറിക്കോ. കറങ്ങാൻ ഭഗവാന്മാരെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. കയറിക്കോളാ. നിക്ക് ഓണ വഴിക്കേ ഇതും കയ്യിലിരിക്കട്ടെ. ഇതാ ബോംബെയിൽ എങ്ങനെയായിരിക്കും അല്ലേ? നീ ബോംബെന്ന് മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബ് ബോംബെന്ന് മുന്നിൽ അടിച്ചിന്റെ